പവർ ടീം ആകാൻ പോകുന്നത് ആരാണ്? അതെ, ഇപ്പോഴത്തെ നിലവിലെ പവർ ടീമാണോ അതോ പുതിയ ആൾക്കാരാണോ? അതെ, പുതിയ ആൾക്കാർ തന്നെ ആകാനുള്ള ചാൻസ് കൂടുതലാ. ജിൻഡപ്പനാണ് ടീമിലുള്ളത്. അവര് മറ്റൊരു പവർ ടീമിനെ തോൽപ്പിക്കുമോ? ഗബ്രി വേഴ്സസ് ജിൻഡപ്പൻ, ഗബ്രി വേഴ്സസ് ജാസ്മിൻ ആണ് നടക്കാൻ പോകുന്നത്. അതിനു മുന്നേ വേറെ ട്വിസ്റ്റുകൾ ഉണ്ടാകുമോ എന്ന് കണ്ടറിയാം ബിഗ് ബോസ് വീട്ടിൽ. ഇപ്പൊ ഇന്ന് നടന്ന ലൈവ് അപ്ഡേറ്റ് പറയാൻ പോവുകയാണ്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ബ്രേവറി. വീഡിയോ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ടാസ്കുകളേ ഇല്ല കേട്ടോ ബിഗ് ബോസിൽ, ഒന്നുമില്ല. ഇത്രയും പേരെ നിറച്ച് വെച്ചിട്ട് ഒരു ടാസ്കും ഇല്ല, ഒന്നുമില്ല. ആകെ കൂടെ ഇത്ര ടാസ്ക് ഉണ്ട്. ഇന്നത്തെ ടാസ്ക് ജയിച്ചത് ആരാണ്? നാളെ പവർ ടീമിന്റെ കൂടെ ആരാ മത്സരിക്കാൻ പോകുന്നത്? അപ്പം അപരൻ ടാസ്ക്കാണ് ഇന്നത്തെ ടാസ്ക് വന്നത്. ചെറിയ ടാസ്ക്കാണ്, ഒരു അരമണി, ഒരു 2 മണിക്കൂർ കൊണ്ട് തീരുമല്ല. അതായത് ബിഗ് ബോസ് ടി വിയിൽ ഓരോ ഇമോജീസ് എന്ന് പറഞ്ഞാൽ ഓരോ മുഖങ്ങൾ ഇങ്ങനെ കാണിക്കും. പക്ഷെ അതിന് ഇമോഷൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ വെച്ചിട്ട് അടുക്കി ആദ്യം ചിരി, പിന്നെ കരച്ചിൽ, പിന്നെ വിഷാദം, പിന്നെ ഇങ്ങനെ നോക്കുന്നത്, അങ്ങനെ ആ മുഖങ്ങളും വ്യത്യാസം ഉണ്ടാവും. അപ്പം 4 എണ്ണം ഉണ്ട്. ഒരു അറ്റ് എ ടൈം ഒരു റൗണ്ടിൽ 4 പേര് ഇങ്ങനെ ഒരു മുഖം തന്നെ പല ഇമോഷൻസ്, അടുത്ത് വേറൊരു മുഖം വേറെ ഇമോഷൻസ്, അങ്ങനെ 3 റൗണ്ടാണ് ഉള്ളത്. ഓരോ റൗണ്ടിലും ഓരോ ടീമിൽ നിന്നും ഓരോ ആൾക്കാർ വരണം. വന്നിട്ട് ഈ ഇമോഷൻസ് നോക്കിയിട്ട് ബസർ അടിക്കുമ്പോൾ നേരെ ഗാർഡൻ ഏരിയയിലേക്ക് ഓടണം. അവിടെ ഈ പലകൾ ഇങ്ങനെ മടക്കി ഈ ഇമോഷൻസിന്റെ മുഖങ്ങൾ ഇങ്ങനെ കമത്തിയിട്ടിട്ടുണ്ടാവും. അതൊക്കെ നേരെ വെച്ചിട്ട് കറക്റ്റ് അതേ ആ ടി വിയിൽ കാണിച്ച അതേപോലത്തെ തന്നെ അതേ ക്രമത്തിൽ ഈ ഇമോഷൻസ് എടുത്തുകൊണ്ടുപോയി ഇതേ ഒരു 10-30 എണ്ണം ഇട്ടിട്ടുണ്ട്. അതിനകത്തുനിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് അവരവരുടെ ടേബിളിൽ ഇങ്ങനെ കറക്റ്റ് രീതിയിൽ അടുക്കി വെക്കണം ക്രമത്തിൽ, ആ ടി വിയിൽ കാണിച്ച പോലെ. ഇതാണ് ടാസ്ക്, അതാണ് അപരൻ ടാസ്ക്. അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ പോയത് നന്ദന, അൻസിബ, അപ്സരയാണ്. അതിനകത്ത് ശ്രീധുവിനൊരു തെറ്റ് പറ്റിയായിരുന്നു അതിൻ്റെ എടുക്കുന്നതിൽ. രണ്ടാമത് മനസ്സിലായി. ആദ്യം ജയിച്ചത്, ഫസ്റ്റ് കറക്റ്റാക്കിയത്, എല്ലാം കറക്റ്റാക്കിയത് നെസ്റ്റാണ്. നമ്മുടെ സിജോയുടെ ടീം, അപ്സരയുടെ ടീം നെസ്റ്റ്. രണ്ടാമത് ടണൽ സായിയുടെ ടീം. മൂന്നാമത് ഡെന്ന്, നമ്മുടെ അതായത് ഡെന്നാണ് ഏറ്റവും ലാസ്റ്റ് വന്നത്. അല്ല, ഒന്നും കറക്റ്റാക്കിയില്ല. തേർഡ് ഡെന്ന്, ജാസ്മിൻ്റെ ടീം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് റൗണ്ടിൽ ജാസ്മിൻ, നോറ, റസ്മിനാണ് പോയത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് കറക്റ്റാക്കിയത് ഡെന്നാണ്, ജാസ്മിനാണ് പോയത്, ഫുൾ ശരിയാക്കി ഫസ്റ്റ്. സെക്കൻഡ് റൗണ്ടിൽ നെസ്റ്റാണ്, ഒരെണ്ണം ശരിയാക്കി. തേർഡ് ടണലാണ്, ടണലിൽ 0ആണ്, ഒന്നും ശരിയാക്കിയില്ല സായിയുടെ ടീം. അത് കഴിഞ്ഞിട്ട് തേർഡ് റൗണ്ടിൽ ജിൻഡോ, സിജോ, അഭിഷേക് കെ ആണ് പോയത്. അതിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് അടിച്ചത് ടണലിനാണ്. അഭിഷേക് കെ ആണ് എല്ലാം ശരിയാക്കിയത്. 2 സെക്കൻഡാണ് അതിന് ഡെന്നും നെസ്റ്റിനും സെക്കൻഡ് കിട്ടി. അങ്ങനെ ബിഗ് ബോസ് ചോദിച്ചു ബെസ്റ്റ് ഓഫ് 3 ആണ്. അതായത് 3 റൗണ്ടിലും വിന്നേഴ്സ് ഉണ്ടല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ വിന്നറായ ആരാണ് എന്നാ ചോദിക്കുന്നത്. ഇപ്പോൾ 2 പ്രാവശ്യം നെസ്റ്റ് വിന്നർ ആയിരുന്നെങ്കിൽ നെസ്റ്റ് ആയിരുന്നു ജയിക്കുന്നത് ഈ ചാലഞ്ചിൽ. 2 പ്രാവശ്യം ടണൽ വിന്നർ ആയിരുന്നെങ്കിൽ ടണൽ ജയിക്കുമായിരുന്നു. ബെസ്റ്റ് ഓഫ് 3 നോക്കുമ്പോൾ ടൈ ആ വരുന്നത്. അതായത് ആദ്യത്തെ റൗണ്ടിൽ നെസ്റ്റ് ജയിച്ചു, രണ്ടാമത്തെ റൗണ്ടിൽ ഡെന്ന് ജയിച്ചു, മൂന്നാമത്തെ റൗണ്ടിൽ ടണൽ ജയിച്ചു. അപ്പോൾ 3 ടീമും 3 റൗണ്ടിലും ജയിച്ചു, ഫസ്റ്റ് അടിച്ചു. അങ്ങനെ 3 പേർക്കും ടൈ ആണ്. അപ്പോൾ 3 പേർക്കും 2 പോയിന്റ് ബിഗ് ബോസ് കൊടുക്കുകയാണ്. അങ്ങനെ ഈ 2 പോയിന്റും കൂടെ എടുത്തിട്ട് പഴയ പോയിന്റ് കഴിഞ്ഞ ഇന്നലത്തെ ടാസ്കിനകത്ത് ഡെന്നിന് 2 പോയിന്റ്, ടണലിന് 1 പോയിന്റ്, നെസ്റ്റിന് 0 ആയിരുന്നു. അപ്പോൾ ഇതും കൂടെ ചേർക്കുമ്പോഴത്തേക്കും ഡെന്ന്, ജിൻഡോ, ജാസ്മിൻ, അൻസിബ ആ ടീമാണ് പവർ റൂമിലേക്ക് അടുത്ത പവർ റൂമുമായിട്ട് മത്സരിക്കാൻ പോകുന്നത്. നാളെ അറിയാം എന്തെങ്കിലും നാളെയാണ് അതിൻ്റെ മത്സരം നടക്കാൻ പോകുന്നത്. ഇത് മാത്രം വെക്കുമ്പോൾ ഭയങ്കര ബോറ് കേട്ടോ. പിന്നെ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടാവാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. ട്വിസ്റ്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് കാണാം, അതിൻ്റെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ജിൻഡോ, ജാസ്മിൻ, അൻസിബ വേഴ്സസ് പവർ ടീമാണ്. പവർ ടീമിൽ ആരൊക്കെയുള്ളത്? ശരണ്യ, ഗബ്രി, അതേപോലെ തന്നെ ശ്രീരേഖ, ഋഷി. ഇത് ഒരു വലിയ ശക്തമായ ടീമാണ് ഇവരുടെ ടീം. ഇതിനെതിരെ ജിൻഡോയ്ക്കും ജാസ്മിനും അൻസിബയ്ക്കും മത്സരിക്കാൻ പറ്റുമോ ഇല്ലയെന്ന് കണ്ടറിയാം. അതിന് ഇടയ്ക്ക് നാളേക്ക് മുന്നേ എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാകുമോ എന്നും കണ്ടറിയാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.